നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തിഹാദിലും സിറ്റിയെ വീഴ്ത്തി റയൽ മാഡ്രിഡ് രാജകീയമായി തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യപാദം ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ജയിച്ചതാണെങ്കിൽ രണ്ടാം പാദത്തിൽ 2-1 വിജയം, അഗ്രിഗേറ്റ് 5-1 വിജയം. സിറ്റിയെ തകർത്തു എന്ന് വേണം പറയാൻ. അഗ്രിഗേറ്റ് 5-1 വിജയവുമായിട്ടാണ് റയൽ മുന്നോട്ട് കടന്നിരിക്കുന്നത്. മത്സരത്തിൽ വിനി ജൂനിയറാണ് റയലിൻ്റെ 2 ഗോളുകളും നേടിയത്. ഒന്ന് പെനാൽറ്റിയിലൂടെയായിരുന്നു. ആദ്യ പാദത്തിൽ അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തിരുന്നെങ്കിൽ രണ്ടാം പാദത്തിൽ അദ്ദേഹം പെനാൽറ്റി ഗോളാക്കി കളിയുടെ അവസാനത്തിൽ മറ്റൊരു ഗോളും നേടി. മറുഭാഗത്ത് ഏർലിംഗ് ഹാലൻഡാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഗോൾ അടിച്ചത്. ഈ കളിയിൽ ഒരു പക്ഷേ വഴിത്തിരിവെന്ന് പറയാവുന്നത് ബെർണാഡോ സിൽവയുടെ റെഡ് കാർഡാണ്. കളിയുടെ 20ാമത്തെ മിനിറ്റിലാണ് റെഡ് കാർഡ് വരുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു ഹാൻഡ്ലിംഗ് ദി ബോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുക്കുന്നത്. സ്ട്രൈറ്റ് റെഡാണ്, പെനാൽറ്റിയും കൊടുത്തു. ഇങ്ങനെ ബോൾ തടയുകയാണ് ചെയ്തത്, പോസ്റ്റിലേക്ക് വരുന്ന ബോൾ. ഏതായാലും അത് തിരിച്ചടിയായി മാഞ്ചസ്റ്റർ സിറ്റിക്ക്. മത്സരത്തിൽ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഏർലിംഗ് ഹാലൻഡും ചെർക്കിയും ഡോക്കുവും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് വിനി ജൂനിയറും ബ്രൈൻ ഡയസും ആർദ ഗ്യൂളറും ഒക്കെയാണ് റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. 20ാമത്തെ മിനിറ്റിലെ ഈ സംഭവം കളിയുടെ ഗതി മാറ്റി. ഒരു പെനാൽറ്റി ലഭിച്ചത് വിനി ജൂനിയർ ഗോളാക്കി മാറ്റിക്കൊണ്ട് ലീഡെടുത്തു. കഴിഞ്ഞ ആദ്യ ഭാഗത്തിൽ അദ്ദേഹത്തിന് പെനാൽറ്റി ഗോളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ പെനാൽറ്റി ലഭിച്ചപ്പോൾ അദ്ദേഹം ഫെഡെ വാൽവർദിയോട് ചോദിച്ചു, താങ്കൾ പെനാൽറ്റി എടുക്കുന്നോ? വേണ്ട, നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞു. ഇത് വിനി തന്നെ കളിക്ക് ശേഷം പറഞ്ഞതാണ്. തന്നിൽ ഫെഡയും മറ്റുള്ളവരൊക്കെ അർപ്പിച്ച ആ ഒരു ആത്മവിശ്വാസത്തിൽ, വിശ്വാസത്തിൽ തനിക്ക് വലിയ നന്ദിയുണ്ട് എന്നുകൂടി വിനി പറയുന്നുണ്ട്. ഏതായാലും ആ ഗോളിൻ്റെ ലീഡുമായിട്ട് ഇടവേള സമയത്ത് കളിക്കളം വിടാൻ ഒരുങ്ങിയ റയലിന് പണി കൊടുത്തുകൊണ്ട് ഏർലിംഗ് ഹാലൻഡ് സിറ്റിക്കായിട്ട് ഗോൾ നേടി. 41ാമത്തെ മിനിറ്റിൽ ഇതോടുകൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച 7ാമത്തെ താരമായിട്ട് ഏർലിംഗ് ഹാലൻഡ് മാറിയിട്ടുണ്ട്. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയായിരുന്നു. റയലിന് അത് മതിയായിരുന്നു. കളി സമനില പിടിച്ചാലും റയലിന് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താൻ പറ്റും. സിറ്റി തുടരെ ആക്രമിച്ചുകൊണ്ട് ഗോൾ മടക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ മറുഭാഗത്ത് റയലിൻ്റെ മുന്നേറ്റങ്ങൾ, അതിനൊടുവിൽ റയലിനായിട്ട് അവസാന ഘട്ടത്തിൽ വിനി ജൂനിയറുടെ ഗോൾ ഒരിക്കൽ കൂടി വന്നതോടെ 2-1 വിജയവുമായിട്ട് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.